ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ PoE കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പവർ ഓവർ എതർനെറ്റ് ഇൻ്റർനെറ്റ് കേബിൾ, അതായത് CAT6 CAT6 ആ ഒരു പവർ കടത്തിവിട്ട് ഡിവൈസുകൾ PoE സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ അപ്പാക്കുന്ന രീതിയാണ് PoE അല്ലെങ്കിൽ പവർ ഓവർ എതർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേബിൾ, അതായത് നമുക്കറിയാം നോർമലി ഒരു CAT6 കേബിൾ ഒരു 100 മീറ്റർ വരെയൊക്കെയാണ് അതിൻ്റെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു പവർ പോവുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു PoE വരുന്ന കേസുകളിൽ, അതായത് പവർ കടത്തി വിടുന്ന കേസുകളിൽ ഇതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 4 മാർഗ്ഗങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PoE എക്സ്റ്റെൻഡേഴ്സ് കിട്ടും. PoE എക്സ്റ്റെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു കേബിൾ നേരെ ആ ഒരു PoE എക്സ്റ്റെൻഡറിൽ കണക്ട് ചെയ്യും. അതിന് നേരെ ഔട്ട്പുട്ട് ഒരു 4 3 അല്ലെങ്കിൽ 2 മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാം. വീണ്ടും ഒരു 100 മീറ്ററോ എത്രയാണോ ആ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. PoE പവർ അത്രയും ദൂരം കൂടുതൽ അത് സഞ്ചരിക്കും. രണ്ടാമതായിട്ട് വരുന്നതാണ് PoE റിപ്പീറ്റേഴ്സ്. റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, PoE നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതായത് ഈ 100 മീറ്റർ കേബിളിൻ്റെ അറ്റത്ത് തന്നെ അല്ലെങ്കിൽ ആ ഒരു എൻഡിൽ വന്നിട്ട് നമ്മളൊരു PoE സ്വിച്ചും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കും. PoE സ്വിച്ച് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും ഡിസ്റ്റൻസും കൂടി ആ ഒരു PoE കവർ ചെയ്യും. അത്ര ഒരു 100 മീറ്ററിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ ആ ഒരു സ്വിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ അടുത്തൊരു 100 മീറ്റർ കൂടി ആ ഒരു PoE സ്വിച്ച് വെച്ചുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം സ്വിച്ചുകളിൽ, അതായത് ഈ നെറ്റ്വർക്ക് സ്വിച്ചുകളിൽ PoE എക്സ്റ്റെൻഡഡ് മോഡ് എന്ന് പറഞ്ഞ സ്വിച്ചുകളുണ്ടാവും. എല്ലാ സ്വിച്ചിലും ഇല്ല കേട്ടോ, ചില സ്വിച്ചുകളിൽ ഈ PoE എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ടാവും. ആ എക്സ്റ്റെൻഡഡ് മോഡുള്ള സ്വിച്ച് ആണെങ്കിൽ ജസ്റ്റ് അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ മാനുവൽ എഴുതിയിട്ടുണ്ടാവും. അതായത് 100 മീറ്റർ ആണോ 200 മീറ്റർ ആണോ എത്രയാണോ കൂടുതൽ, ചിലപ്പോൾ നോർമലി 250 മീറ്ററൊക്കെയാണ് വരാറ്. 250 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു പോർട്ട്, അതായത് PoE എക്സ്റ്റെൻഡഡ് മോഡിൽ വരുന്ന ചിലപ്പോൾ 1-2 പോർട്ട് ഉണ്ടാവുള്ളൂ. അതായത് 4 പോർട്ട് സ്വിച്ച് ആണ്, 8 പോർട്ട് സ്വിച്ച് ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 1-2 പോർട്ടായിരിക്കും ചിലപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് മോഡിൽ വരുന്നത്. അപ്പോൾ അതിലെയാണ് ആ കേബിൾ പോകുന്നത്. ആ 2 കേബിൾ പോയിരിക്കണമെങ്കിൽ ആ എക്സ്റ്റെൻഡഡ് മോഡിലോട്ട് ഓൺ ചെയ്ത് ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ, ആ PoE സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കേബിളുകൾ ഒരു 200 മീറ്റർ അല്ലെങ്കിൽ 250 മീറ്റർ വരെ PoE എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. ഇനി അതല്ല, നമുക്ക് കിലോമീറ്ററുകളോളം കൊണ്ടുപോകാനുണ്ട്. ഇപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറം 2 കിലോമീറ്റർ അപ്പുറമൊക്കെ ആണെങ്കിൽ നോർമലി നമുക്കറിയാവുന്ന പോലെ തന്നെ ഫൈബർ വലിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ഫൈബർ വലിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു PoE ഔട്ട്പുട്ടുള്ള മീഡിയ കൺവെർട്ടറുകൾ കിട്ടും. PoE ഔട്ട്പുട്ടുള്ള മീഡിയ കൺവെർട്ടറുകൾ അല്ലെങ്കിൽ PoE സ്വിച്ചുകൾ തന്നെ SFP ഉള്ള സ്വിച്ചുകൾ കിട്ടും. അതായത് ഫൈബർ കണക്ട് ചെയ്യാൻ പറ്റിയ സ്വിച്ചുകൾ. ഇത്തരം സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ടും നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് അപ്പോൾ ത്രൂ പവർ ഓണമായി സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ക്യാമറയ്ക്ക് പവർ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേബിൾ, അതായത് ത്രൂ ഫൈബർ കേബിൾ ഡാറ്റ പോവും അല്ലെങ്കിൽ കണക്ഷൻസ് പോവും. എന്നിട്ട് ആ എൻഡിലായിട്ട് നമ്മൾ ഈ ഒരു മീഡിയ കൺവെർട്ടർ വെച്ച് കൊടുക്കും. മീഡിയ കൺവെർട്ടർ പെയർ ആയിരിക്കും, 2 സൈഡിലുണ്ടാവും. അപ്പോൾ ഈ മീഡിയ കൺവെർട്ടർ തന്നെ ഈ ഒരു PoE ഔട്ടുള്ള മീഡിയ കൺവെർട്ടർ കിട്ടും. അപ്പോൾ PoE ഔട്ടുള്ള മീഡിയ കൺവെർട്ടർ ആയതുകൊണ്ട് തന്നെ അത് നേരെ നമ്മൾ ക്യാമറയിലോ അല്ലെങ്കിൽ PoE സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെറ്റ് വരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ SFP സപ്പോർട്ട് ചെയ്യുന്ന PoE സ്വിച്ചുകളുണ്ട്, ഫൈബർ സ്വിച്ചുകളുണ്ട്. അത്ര സ്വിച്ചുകൾ ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അത്രയും കിലോമീറ്ററുകളാണ് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതെങ്കിൽ അവിടെ ഒരു എക്സ്റ്റൻഷൻ അവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട 4 മാർഗ്ഗം PoE എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ.